നിയമസഭാംഗത്വം രാജിവെക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നത് ഇന്ന്. മന്ത്രിയായുള്ള കെ രാധാകൃഷ്ണന്റെ അവസാന പരിപാടി അംബേദ്കർ ഭവനിൽ. കേരള എംപവർമെന്റ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എന്ന നിലയിലുള്ള അവസാന തീരുമാനം പ്രഖ്യാപിച്ചു. കോളനിയിൽ നിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു അപകർഷതാബോധമല്ലേ. അപ്പം നമ്മൾ കോളനി അബോളിഷ് ചെയ്യാൻ വേണ്ടി എന്ന് തീരുമാനിക്കുന്ന എന്തുകൊണ്ട് ഇത്തരം ഒരു തീരുമാനമെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അടിമ സമാനമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച ആളുകളുടെ ചിത്രമാണ് വരുന്നത്. നമ്മൾ നിരവധി വർഷം നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് കോളനിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അടിമത്ത സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും ഇന്ന് നമ്മുടെ സമൂഹം വല്ലാതെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളനി എന്നുള്ള ആ ഒരു കൾച്ചർ അത് മാറ്റിയിട്ടുണ്ട്. ആദ്യം മന്ത്രിസ്ഥാനം രാജിവെക്കാനായി ഔദ്യോഗിക വാഹനത്തിൽ ക്ലിഫ് ഹൗസിലേക്ക്. മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ച ശേഷം ഔദ്യോഗിക വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ തിരികെ നടന്ന വീട്ടിലേക്ക്. മന്ത്രിപദം ഒഴിഞ്ഞ ശേഷം MLA സ്ഥാനം കൂടി രാജിവെക്കാനായി നിയമസഭയിലേക്ക്. സ്പീക്കറുടെ ചേംബറിലെത്തി രാജി സമർപ്പിച്ചു. പുരോഗമന ചിന്തയിലും രാഷ്ട്രീയത്തിലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയാണ് രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നത്. ഈ വകുപ്പിനെ കുറിച്ച് ഉള്ള ധാരണ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ധാരണ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി ഉണ്ടായ ധാരണയാണ്, അല്ലാതെ ഒരു ദിവസം ഉണ്ടായതല്ല. പ്രവർത്തന മണ്ഡലം ഡൽഹിയിലേക്ക് മാറ്റുകയാണ്. എന്തായാലും പോകുമ്പോൾ വിപ്ലവകരമായ ഒരു തീരുമാനം കൂടി എടുത്താണ് പോകുന്നത്. അവിടെയും തിളങ്ങാൻ കഴിയട്ടെ. ആശംസകൾ. MLA ആയും മന്ത്രിയായും സ്പീക്കറായും ഒക്കെ തിളങ്ങിയ നിയമസഭയിൽ നിന്നും ഇറങ്ങി. ഇനി ആലത്തൂരിന്റെ ശബ്ദമാകാൻ ലോക്സഭയിൽ. അമൽ തേനംപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.